നമസ്കാരം. ഇന്നൊരു മൂവി കണ്ടു, ഹിറ്റ് തേർഡ് കേസ്. ഒരു തെലുങ്ക് മൂവിയാണ്. അതിൻ്റെ തമിഴ് വേർഷനാണ് കണ്ടത്. സ്ക്രീനൊക്കെ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി കാണാൻ. ഞാൻ പിന്നെ വിത്ത് ഫാമിലി ഒറ്റവാക്കി പറഞ്ഞ മസ്റ്റ് വാച്ച് ഫിലിം. നാനി എന്ന് പറയുന്ന അവിടുത്തെ സൂപ്പർ സ്റ്റാറാണ്, തെലുങ്കിലെ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തെ നാച്ചുറൽ ആക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ മോഹൻലാലിൻ്റെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയും പോലെ അവിടുത്തെ നാച്ചുറൽ ആക്ടറാണ് നാനി. കീട് പെർഫോമൻസ് ആയിരുന്നു. ഈ പടത്തിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്, നാനി ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര് അർജുൻ സർക്കാർ. ക്രിമിനൽസുമായിട്ടുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളുമാണ്. ക്രിമിനൽസിനെ നശിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. സാധാരണ ഒരു സിമ്പിൾ പ്ലോട്ട്. പക്ഷേ ക്രിമിനൽസ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ക്രിമിനൽസാണ്. ഡാർക്ക് വെബ് വഴി കയറുന്നു. ആ ക്രിമിനൽസിൻ്റെ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ രണ്ടുപേരെ ബ്രൂട്ടലായിട്ട് കൊല്ലണം. കൊന്നാൽ മാത്രം പോലെ കെട്ടിത്തൂക്കിടണം, തല കീഴായി. അങ്ങനെ രണ്ടുപേരെ കൊന്നു കഴിഞ്ഞാൽ ആ ക്രിമിനൽസിൻ്റെ ഗ്യാങ്ങിലോട്ട് പോവാം. പിന്നെ അതിനുശേഷം വേറെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവസാനം ഒരു ക്യാമിയോ റോളിൽ ഒരാൾ വരുന്നുണ്ട്, അതും കിടുവായിരുന്നു. നാനിയുടെ പെർഫോമൻസ് മുഴുനീളം നാനിയുടെ ഒരു വിളയാട്ടം തന്നെയാണ്. ഇങ്ങനെയൊക്കെ നാനി അഭിനയിക്കുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ഈ പടം എന്ന് പറയുന്നത് ഒരു വയലൻസ് പ്ലസ് ബ്രൂട്ടാലിറ്റിയാണ്. നമ്മൾ മാർക്ക് കണ്ടിട്ട് ഇവിടെ ചിലർക്കൊന്നും രസിച്ചില്ല, എല്ലാവരും വഴിതെറ്റി പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ അവരങ്ങനെയല്ല. ഈ പടം 150 കോടി അവറായും തോന്നുന്നു. അവർക്ക് സിനിമയെ സിനിമയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരു വിഷയമില്ല ഈ ബ്രൂട്ടാലിറ്റിയും ബാലൻസും ഒന്നും. അത് വേറെ വിഷയം പോട്ടെ. എന്തായാലും ഈ പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ചാണ്. കാണാൻ ശ്രമിക്കുക, ആസ്വദിക്കുക. താങ്ക് യു.